കലങ്കാരി കോട്ടൺ സാരീസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ നമ്മളൊരു 2-3 ദിവസം മുന്നേ കലങ്കാരി കോട്ടൺ സാരീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോക്ക് വന്ന ഉടനെ തന്നെ അത്യാവശ്യം സാരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. പ്യുവർ സോഫ്റ്റ് കലങ്കാരി കോട്ടൺ സാരീസ് ആണ് കേട്ടോ. ഇതേപോലെ വരുന്നത് നമ്പർ 1 ആണ്. കേട്ടോ സാരി ഇങ്ങനെയാണ് വരിക കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതിങ്ങനെ. നമ്മുടെ പ്യുവർ കലങ്കാരി, ആന്ധ്ര കലങ്കാരി ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലും നാച്ചുറൽ ഡൈങ്ങിലും വരുന്ന ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരിയാണ് ഇതേപോലെ വരുന്നത്. ഇതിൽ ഒട്ടും സ്റ്റാർച്ച് ഇല്ല. സ്റ്റാർച്ച് ചെയ്യാമോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്റ്റാർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ പിടിക്കുമോ എന്നുള്ളത് എനിക്ക് എത്രത്തോളം ഷുവർ അല്ല കേട്ടോ. ഈ ഒരു ടെക്സ്ചറാണ് ഈ സാരിക്ക് വരുന്നത്. ഒരുപാട് സ്റ്റിഫായി നിൽക്കുന്ന സാരീസ് അല്ല, പ്യുവർ കോട്ടൺ ആണ്, നാച്ചുറൽ ഡൈങ്ങും ഹാൻഡ് ബ്ലോക്കും ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൈകൊണ്ട് ചെയ്തെടുക്കുന്ന അത്രയും ഇതായിട്ടുള്ള സാരീസാണ്. നമ്പർ 1 ആണ് ഇതേപോലെ സാരി വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ പല്ലു വരുന്നത് കേട്ടോ. ആ ഒരു പ്യുവർ ആയിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള സാരീസാണ്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ ലൈറ്റ് ആ ഒരു സാരിയുടെ അതേ ഡിസൈനാണ്, പക്ഷെ അതൊരു ലൈറ്റ് ഷെയ്ഡിൽ ഇതേപോലെ വരുന്നത് വിത്ത് ബോർഡർ ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഹാൻഡ് മെയ്ഡ് സാരീസിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ ഇതിൻ്റെ പ്രിൻറ്റും കളറും ഒന്നും ഈവൺ ആയിരിക്കണം എന്നില്ല. കളർ സ്മഡ്ജസ് ഒക്കെ ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ഇതിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ബ്ലൗസിലും ചിലപ്പോൾ കുഞ്ഞു കളർ സ്മഡ്ജസ് ഒക്കെ കണ്ടേക്കാം. അപ്പോൾ അതും അങ്ങനെ കോമൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ, അല്ലാതെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതേപോലെ വരുന്നത്. ഇനി കുറേ പേർക്ക് ഇതിൻ്റെ ആ ഒരു വിത്ത് ബ്ലൗസ് വെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഓപ്ഷൻസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ബോർഡറിൽ വരുന്ന ഈ ഒരു കളറിൻ്റെ കൂടെ പ്ലെയിൻ കോട്ടൺ ബ്ലൗസിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഇതിൻ്റെ ബ്ലൗസിൻ്റെ കൂടെ വെയർ ചെയ്താലും സൂപ്പർബായിരിക്കും കേട്ടോ. അപ്പോൾ വേഗം സെലക്ട് ചെയ്തോളൂ. നമ്പർ 1 ആണ്. റേറ്റ് എപ്പോഴത്തെയും പോലെ 1499 ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. ഇത് പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇനിയും അടുത്ത സ്റ്റോക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് വേഗം സെലക്ട് ചെയ്തത്. നമ്പർ 1 എപ്പോഴും സ്ക്രീൻഷോട്ട് നമ്പർ കൂട്ടി തന്നെ എടുക്കുക. അപ്പോഴാണ് നമുക്ക് വേഗം അവൈലബിലിറ്റി പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് കൂടുതലും സിംഗിൾ പീസ് ആയിട്ടാണ് ഓരോ ഡിസൈനും വരിക. ആ ഒരു ഹാൻഡ് മെയ്ഡ് പ്രൊസീജിയറിൽ കൂടെ വരുന്നത് കൊണ്ട് മൾട്ടിപ്പിൾ പീസസ് വളരെ കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ട് വേഗം സെലക്ട് ചെയ്തോളൂ. അടുത്തത് നമ്പർ 2 ആണ്. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഇതേപോലത്തെ ഒരു മാംഗോ ഡിസൈനിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പേസ്ലി ഡിസൈൻ വരുന്ന സാരീസാണ് കേട്ടോ. ഇതേപോലെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. പല്ലു ഇതേപോലെ വരും. ബ്ലൗസ് വരുന്നത് ഇതേപോലെ വിത്ത് ബോർഡർ ആയിട്ട്. സാരിയുടെ അതേ പാറ്റേൺ ബട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഡിസൈൻ വരിക. പിന്നെ ബോർഡറും ഉണ്ടാവും. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1499 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലെ വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെയൊക്കെ ഒരു ബ്രിക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ബ്രിക്ക് ബ്രൗൺ, ബ്രിക്ക് മെറൂൺ അങ്ങനത്തെ ഒരു നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന കളേഴ്സാണ് കൂടുതൽ വരിക. പിന്നെ ബ്ലാക്ക്, കോഫി ബ്രൗൺ അങ്ങനത്തെയാണ് കേട്ടോ. എക്സാക്റ്റ് ഇതിൻ്റെ കളറ് അങ്ങനെ പറയാൻ എളുപ്പമല്ല. അതൊരു നാച്ചുറൽ ഡൈങ്ങിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. പക്ഷേ എല്ലാം കാണാൻ വെയർ ചെയ്യുമ്പോഴും ആ ഒരു ട്രഡീഷണൽ ഒത്തൻറ്റിക് സംഭവം ഉണ്ടല്ലോ, അത് വെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്പർ 3 ആണ്. ഇങ്ങനെയാണ് സാരി വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി നമ്പർ 3. വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് ഓഫീസ് വെയർ ആയിട്ട്, കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നല്ലതാണ്. ഫങ്ഷൻ വെയർ ആയിട്ടും ഇത് സ്റ്റൈൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. റേറ്റ് 1499 ഫ്രീ ഷിപ്പിംഗ്. അത് നമ്പർ 4 ആണ്. ഇതേപോലെ കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ ആണ്. ഇതേപോലെ ഇതിൻ്റെ ആ ഒരു പഴമയുടെ ഒരു ഭംഗിയുണ്ടല്ലോ, അതാണ് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ മ്യൂറലിലും അങ്ങനെ ആ ഒരു ഒത്തൻറ്റിക് സംഭവങ്ങളിൽ അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതേപോലെയാണ് പല്ലു വരിക. ആൻഡ് ബ്ലൗസ് ഇതേപോലെ ബോർഡറാണ് കേട്ടോ. ഞാൻ എന്നെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ സാരീസിനെ പറ്റി. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയാം. ഒരുപാട് പേര് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് കളേഴ്സും പ്രിൻസും ഒക്കെ ആയിട്ട് ഇപ്പം എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. നമ്പർ 4. നമ്പർ 5 ആണ്. ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ അല്ലെങ്കിൽ ഒരു മെറൂണിഷ് അങ്ങനത്തെ കളറാണ്.
ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് വരുന്നത്. നാച്ചുറൽ ഡൈയിങ്ങിലുമാണ്. ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഇതിൽ നമുക്ക് വിസിബിൾ ആണ് കേട്ടോ ഒരു ബ്ലോക്കിൻ്റെ പാറ്റേൺ. ഇതേപോലെ നല്ല ഭംഗിയാണ്. കണ്ടോ, ഈ ഒരു കളർ ബ്ലൗസിൻ്റെ കൂടെ, ഇതിൻ്റെ ബോർഡേഴ്സിൻ്റെ കളർ ബ്ലൗസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്താൽ സൂപ്പർബായിരിക്കും. ഇതേപോലെ പല്ലു വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നമ്പർ 5 റേറ്റ് വരുന്നത് 1499 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 6. ഇതേപോലെ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നമ്പർ 6 ആണ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ. ഇതേപോലെ വരുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. പല്ലു ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ആ ഒരു ഹാൻഡ് ബ്ലോക്കിൻ്റെ മാർക്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, കളർ സ്മഡ്ജൊക്കെ ഉണ്ടാവും. തികച്ചും നോർമലായിട്ട് വരുന്നതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ. ഇതേപോലെ. അടുത്തത് നമ്പർ 7. നല്ല കോഫി ബ്രൗൺ ഷെയ്ഡാണ്. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നമ്പർ 7 ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇതേപോലെ, ബ്ലൗസ് വരുന്നത് ഇങ്ങനെ വിത്ത് ബോർഡർ ആയിട്ട്. നമ്പർ 7. നമ്പർ 8 ഇതേപോലെ വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നമ്പർ 8 ആണ്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് ബ്ലൗസ് ഇതേപോലെ. നമ്പർ 8. നമ്പർ 9 ഇങ്ങനെയാണ്. ഒരു സ്പെഷ്യൽ ഡിസൈൻ പാറ്റേൺ ആണ്. ഇതേപോലെ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതേപോലെ ബോർഡേഴ്സ് വരുന്നത്. നമ്പർ 9 ആണ്. പല്ലു ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, വിത്ത് ബോർഡർ ആയിട്ട്. റേറ്റ് സെയിം 1499 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 10 ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 10 ആണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്നിനും ഭംഗിയാണ്. ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെയിം തന്നെ നമുക്ക് ചിലപ്പോൾ റീസ്റ്റോക്ക് വരണം എന്നില്ല. ഓരോ പ്രാവശ്യവും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. കുറേ പേര് പ്രീ ബുക്കിംഗ് ഒക്കെ ചോദിക്കാറുണ്ട് സെയിം സാരിക്ക്. ഇതിലങ്ങനെ വരില്ല, സെയിം അല്ല. നമുക്ക് കൂടുതലും ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ ബോർഡറോ പല്ലുവോ ബ്ലൗസ് പീസോ അല്ലെങ്കിൽ പ്രിൻറ്റ് പാറ്റേണോ കളർ കോമ്പിനേഷനോ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളൂ. നമ്പർ 10. അടുത്തത് ഇതേപോലെ നമ്പർ 11 ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് കലങ്കാരി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇല്ലാത്തത് നോക്കി സെലക്ട് ചെയ്തോളൂ കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ അല്ല. ഇങ്ങനെയാണ് വരുന്നത്. പല്ലു ഇതേപോലെ കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ വിത്ത് ബോർഡർ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തത് നമ്പർ 12 ഇതേപോലെ വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ്. ഇങ്ങനെ വരും കേട്ടോ. ഇതേപോലെ പല്ലു ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ വിത്ത് ബോർഡർ ആയിട്ടാണ് വരും. കണ്ടോ, റേറ്റ് സെയിം ആണ് 1499 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 13. നല്ലൊരു ലീഫ് പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് ആ ഒരു ബ്ലാക്കിൽ ഇതേപോലെ ഫുൾ ലീഫ് പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പല്ലു ഇതേപോലെ ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 14. ഇതും നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിലാണ്. കലംകാരി സാരീസിന് നമുക്ക് അത്ര എൻക്വയറി ആണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് കൊണ്ടുവന്ന ഉടനെ തന്നെ സോൾഡ് ഔട്ട് ആവും. ഇതേപോലെ പല്ലു കേട്ടോ. ബ്ലൗസ് ഇതേപോലെ വിത്ത് ബോർഡറാണ്. നമ്പർ 14. റേറ്റ് സെയിം 1499 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 15. ഇതേപോലെ വരുന്നത്
ആ ഒരു ബ്ലാക്കിൽ ഒരു യെല്ലോയിഷ് ടിൻറ്റ് വരുന്ന പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് 15 കൊടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്ലൂ ഇങ്ങനെ, ബ്ലൗസ് ഇതേപോലെ. റേറ്റ് സെയിം ആണ് കേട്ടോ. അടുത്തത് നമ്പർ 16 ആണ്. ഇതേപോലെ ഇങ്ങനെയാണ് സാരി വരുന്നത്. നമ്പർ 16 പല്ലു ഇതേപോലെ വരും, ബ്ലൗസ് ഇങ്ങനെ വരും കേട്ടോ, വിത്ത് ബോർഡറായിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്. അടുത്തത് നമ്പർ 17, ഇതും ബ്രൗണിലാണ്. നമ്പർ 17 കുറേ എല്ലാ കളറിലും നമുക്ക് എൻക്വയറി വരാറുണ്ട്. ഇതേപോലെയാണ് പല്ലു വരുന്നത്, ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് 1499 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 18, ഇതേപോലെ ബ്രൗൺ ആണ്, അതിൽ ലീഫ് പാറ്റേൺ ആണ് കേട്ടോ. ഇതേപോലെയാണ് സാരി വരുന്നത്. ഇങ്ങനെയാണ് നമ്പർ 18. ഇതിലും ലീഫ് പാറ്റേൺ ആണ്, ബ്രൗൺ ആണ്, പക്ഷെ അതിലിങ്ങനെ ലീഫ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. ബ്ലോക്ക് പ്രിന്റിൽ നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന ഡിസൈൻ. ബ്ലൗസ് ഇങ്ങനെ വരിക കേട്ടോ. റേറ്റ് സെയിം ആണ്, 1499 ഫ്രീ ഷിപ്പിംഗ്. നമ്പർ 18. അടുത്തത് നമ്പർ 19 ആണ്. ഇതേപോലെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടോ, നമ്പർ 19 നല്ലൊരു മെറൂണിഷ് ആ ഒരു ടോണിൽ വരുന്ന കളറാണ്. ഇതേപോലെ പല്ലു ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതേ. റേറ്റ് സെയിം, 1499 ഫ്രീ ഷിപ്പ്. അടുത്തത് നമ്പർ 20 കണ്ടോ. ഇതിൽ ഓരോന്നിനും ഓരോ ടൈപ്പാണ്, ഒരു കളർ ടോണും എല്ലാം. അതേപോലെ മെറ്റീരിയലിൻ്റെ ടെക്സ്ചറും ഒക്കെ ഓരോ പ്രിൻറ്റിനും കളറിനൊക്കെ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ഇതെല്ലാം യുണീക്കായിട്ടുള്ള പീസസ് ആയിരിക്കും ഓരോ സാരിയും കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ടോൺ ഇതേപോലെ, ആൻഡ് പല്ലു ഇതേപോലെ, ബ്ലൗസ് വരുന്നത് കേട്ടോ. റേറ്റ് സെയിം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തത് ഇതേപോലെ വരുന്നത് നമ്പർ 21. ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബേസ് വരുന്നത്. ഇതേപോലെ ഡിസൈൻ വരുന്നത്, ആൻഡ് പല്ലു വരുന്നത് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു, ബ്ലൗസ് വരുന്നത് ഇതേപോലെ. റേറ്റ് സെയിം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സാരി. ഒരു 21 നമ്പേഴ്സ് കലങ്കാരി സാരീസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ്, ഇത് അത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ടും ആവാറുണ്ട്. അതുകൊണ്ടാണ് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ ഓരോരുത്തരുടെ മൊബൈലിൻ്റെ ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ഒരു ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ച് നേരിയ ഡിഫറൻസ് ഉണ്ടാവും കളറിൽ. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.